നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിലെ സിഡോ മലങ്കര കാതലിക് ചർച്ചിൻ്റെ അധ്യക്ഷൻ ക്ലീമിസ് തിരുമേനിയുടെ പട്ടത്ത അഭിഷേകത്തിൻ്റെ ജൂബിലി ആഘോഷം കാണുവാനിടയായി തീർന്നു. ഒത്തിരി നേതാക്കന്മാർ നിറഞ്ഞ ഒരു വേദിയും സദസ്സുമായിരുന്നു. പ്രത്യേകിച്ചും കേരള മുഖ്യമന്ത്രി അവിടെ നടത്തിയ പ്രസംഗമൊക്കെ വൈറലായിത്തീർന്നത് നമ്മൾ വാർത്തയിലൂടെ കണ്ടതാണ്. എന്നാൽ ആ ചടങ്ങ് ഞാൻ വീക്ഷിക്കുമ്പോൾ അത്ര പരിചിതമല്ലാത്ത, എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് പരിചിതമല്ലാത്ത ഒരു മുഖം ആ വേദിയിൽ കാണുവാനിടയായി തീർന്നു. ഒരു മലയാളിത്തം ഉള്ള മുഖമല്ല, നോർത്ത് ഈസ്റ്റുകാരുടെ പ്രത്യേകതകളുള്ള ഒരു മുഖം. അതുകൊണ്ട് തന്നെ ഒരു കൗതുകം തോന്നി, ഇതാരാണെന്ന് അറിയാനൊരു കൗതുകം തോന്നി. കാരണം കേരള മുഖ്യമന്ത്രിയോടൊക്കെ ഒപ്പം ഈ ക്ലീമിസ് ബാബയുടെ തിരുമേനിയുടെ ആ ഒരു ചടങ്ങിൻ്റെ വേദിയിൽ മുൻനിരയിലിരിക്കുന്ന അതിമനോഹരമായൊരു പ്രസംഗമൊക്കെ പ്രസംഗിച്ച ഈ നോർത്ത് ഈസ്റ്റ് ഈ നേതാവ് ആരാണ് എന്ന് ഒരു കൗതുകം തോന്നി. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, മേഘാലയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മയാണ് ആ വേദിയിലെത്തിയത് ക്ലീമിസ് തിരുമേനിയെ അനുമോദിച്ചുകൊണ്ട് സംസാരിച്ചത്. കോൺറാഡ് സാങ്മ എന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം പഴയ കോൺഗ്രസ് നേതാവ് പിന്നീട് NCPയിലൊക്കെ ഭാഗമായി തീർന്ന PA സാങ്മ, പഴയ ലോകസഭാ സ്പീക്കർ PA സാങ്മയുടെ മകനാണ് ഈ പറഞ്ഞ കോൺറാഡ് സാങ്മ. ഇപ്പോൾ മേഘാലയയിലെ മുഖ്യമന്ത്രിയാണ്. മേഘാലയയിലെ ഭരണകക്ഷി BJPയുടെ ഭാഗമായിട്ടുള്ള ഭരണകക്ഷിയുടെ നേതാവാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കോൺറാഡ് സാങ്മ എങ്ങനെയാണ് കേരളത്തിലെ ക്ലീമിസ് തിരുമേനിയുടെ ഈ പറഞ്ഞ രജത ജൂബിലി ആഘോഷത്തിന് വന്ന് പങ്കെടുത്തത് എന്ന ഒരു കൗതുകം. ഇവിടെയാണ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന 7 സംസ്ഥാനങ്ങൾ നമ്മുടെ നോർത്ത് ഈസ്റ്റിലുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങളിൽ മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ഈ 3 സംസ്ഥാനങ്ങൾ ക്രിസ്തീയ സംസ്ഥാനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു ഇങ്ങനെ വേർതിരിവൊന്നുമില്ല. പക്ഷേ ഈ സംസ്ഥാനങ്ങളൊക്കെ ക്രിസ്തീയ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളായതുകൊണ്ട്, ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളായതുകൊണ്ട് അതിനെ ക്രിസ്തീയ സംസ്ഥാനങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. ഈ PA സാങ്മയുടെ മകൻ കോൺറാഡ് സാങ്മ ഒരു തികഞ്ഞ കാത്തലിക് വിശ്വാസിയാണ്. അദ്ദേഹം ഒരു പ്രാക്ടീസിങ് കാത്തലിക് വിശ്വാസിയാണ്. മാത്രമല്ല മേഘാലയയുടെ മുഖ്യമന്ത്രിയാണ്. മേഘാലയ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ടൊക്കെയാണ് ശരിക്കും ഈ മേഘാലയ മുഖ്യമന്ത്രി കേരളത്തിലെ തിരുമേനിയുടെ ചടങ്ങിലെത്തുവാൻ ഒരു പ്രധാനപ്പെട്ട കാരണം. എങ്ങനെയാണ് മേഘാലയ എന്ന് പറയുന്ന സംസ്ഥാനം ഈ പറഞ്ഞതുപോലെ ഒരു ക്രിസ്തീയ സംസ്ഥാനമായിട്ട് മാറിയത്? ഞാൻ പറഞ്ഞല്ലോ, നാഗാലാൻഡും മിസോറാമും മേഘാലയയും ഒക്കെ ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണ നടപടികളിലൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട്. ഈ സംസ്ഥാനങ്ങളിലൊക്കെ പണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പലരും ഗവർണർമാരായിട്ടൊക്കെ പോയിട്ടുള്ളതൊക്കെ നമുക്ക് അറിയാം. മേഘാലയയിലും മിസോറാം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്നത് കുമ്മനം രാജശേഖരൻ ജിയെയാണ്. ശ്രീ കുമ്മനം രാജശേഖരൻ മിസോറാമിൻ്റെ ഗവർണറായിട്ട് 2018 ആ ഒരു ചാർജ് എടുക്കുമ്പോൾ അന്ന് നമ്മളൊക്കെ കണ്ടൊരു വീഡിയോയാണ്. കുമ്മനം രാജശേഖരനെ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു സംസ്ഥാനത്തിലെ മിസോറാമിലെ ക്രിസ്തീയ വിശ്വാസത്തിൽ പ്രമുഖരായ ചില പാസ്റ്റേഴ്സ് അവർ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഒരു സങ്കീർത്തനമൊക്കെ വായിച്ച് ക്രിസ്തീയ ഗാനമൊക്കെ പാടി അങ്ങനെയാണ് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് മിസോറാമിലെ ഗവർണറായിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചതെന്നുള്ളതൊക്കെ അന്ന് 2018 തന്നെ നമ്മളൊക്കെ ചില വീഡിയോകൾ കണ്ടതാണ്. ഈ പറഞ്ഞ സംസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേകതയാണത്. നാഗാലാൻഡ് ആയാലും മിസോറാം ആയാലും മേഘാലയ ആയാലും വളരെയധികം ക്രിസ്തീയ അടിത്തറയിൽ അവരുടെ ഭരണങ്ങളിൽ പോലും അങ്ങനെയുള്ള സ്വാധീനങ്ങൾ ഉണ്ടാകുന്നത്, അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മേഘാലയ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റായി മാറിയത് എന്നത് നാം നോക്കുമ്പോൾ, ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൽ തന്നെ മേഘാലയയിൽ വന്ന ചില ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്വാധീനം നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. ആരംഭ സമയത്ത് 10-15 വിശ്വാസികൾ മാത്രമുണ്ടായിരുന്ന മേഘാലയ പിന്നീട്
വളരെ ശീഘ്രമായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. പിന്നീട് കാതലിക് മിഷണറിമാർ വന്നു. അങ്ങനെ കാതലിക് ചർച്ചിനും നല്ലൊരു സ്വാധീനമുണ്ടാകാനിടയായി തീർന്നു. മേഘാലയയുടെ ക്രിസ്തീയ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാതെ വിട്ടുകളയാൻ പറ്റാത്ത ഒരു ഏടാണ് ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്ന് പറയുന്ന ആ ഒരു പാട്ട്. യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു. ഈ മേഘാലയയിലെ ഒരു ട്രൈബൽ ഗ്രൂപ്പിൻ്റെ ഇടയിൽ നടന്ന ഒരു റിയൽ സംഭവം, ആ സംഭവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു പാട്ടാണതെന്ന് ഇന്ന് ലോകമിഷൻ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ പറയുന്നു. 19-ാം നൂറ്റാണ്ടിൽ ആദ്യമായി മേഘാലയയിൽ ക്രിസ്തീയ വിശ്വാസം കടന്നു ചെല്ലുമ്പോൾ അന്ന് അത് മേഘാലയയുടെ ഭാഗമല്ല, ആസാം സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടാണ് അറിയപ്പെടുന്നത്. അന്നത്തെ ആസാം, ഇന്ന് മേഘാലയ. അപ്പോൾ ആ മേഘാലയയിലുള്ള ഗാരോ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ്, ആ ട്രൈബൽ ഗ്രൂപ്പിലെ ഒരു പ്രമുഖനാകുന്ന വ്യക്തി, അദ്ദേഹവും കുടുംബം ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നു. ആ ക്രിസ്തീയ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞില്ല എങ്കിൽ അവരെ എല്ലാം കൊല്ലുമെന്ന് ആ ട്രൈബിൻ്റെ ലീഡർ, ഗോത്രത്തലവനും ആ ഗോത്രക്കാരുമെല്ലാം പറയുന്നു. പക്ഷേ കഥ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ പറഞ്ഞ യേശുവിനെ സ്വീകരിച്ച നോക്സെങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയപ്പെടുന്നത്. ഈ നോക്സെങ്ങിൻ്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ കണ്ണിന് മുമ്പിൽ ഓരോന്നായി കൊല്ലുവാനിടയായിത്തീരുന്നു. ഓരോ അവസരങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന, യേശുവിനെ തള്ളിപ്പറയുകയാണെങ്കിൽ നിനക്ക് ജീവനോട് രക്ഷപ്പെടാം. പക്ഷേ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറയുന്ന വാക്കുകളാണ് ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോട്ട് ടേണിംഗ് ബാക്ക്, നോട്ട് ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോട്ട് ടേണിംഗ് ബാക്ക്, നോട്ട് ടേണിംഗ് ബാക്ക്. യേശുവിൻ്റെ പിൻപേ ഞാൻ പോകാൻ ഉറച്ചു, ഞാൻ പിന്മാറുകയില്ല. അദ്ദേഹം പറയുന്നു, ക്രൂശ് എൻ്റെ മുമ്പിലാണ്, ലോകം എൻ്റെ പിൻപിലാണ്. ഓരോരുത്തരെയായിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ നിന്ന് കൊന്നു മാറ്റുമ്പോൾ അദ്ദേഹം തൻ്റെ തീരുമാനം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് സാധു സുന്ദർ സിംഗ് ആണ് ഈ പാട്ടിനെ പോപ്പുലറാക്കി തീർത്തത് എന്ന് പറയുന്നു. എന്താണെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ പാടുന്നൊരു പാട്ടാണ് ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോട്ട് ടേണിംഗ് ബാക്ക്, നോട്ട് ടേണിംഗ് ബാക്ക് എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ടിൻ്റെ ഉത്ഭവം മേഘാലയ സ്റ്റേറ്റിൽ നിന്നാണ്. പക്ഷേ 19-ാം നൂറ്റാണ്ടിൽ അങ്ങനെയുള്ള ദാരുണമായ സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ, മിഷണറിമാരും ഇതുപോലെയുള്ള വിശ്വാസികളുമൊക്കെ രക്തസാക്ഷികളായി തീർന്നെങ്കിൽ, മേഘാലയയുടെ ചരിത്രം അങ്ങനെ തീർന്നില്ല. മേഘാലയ ഒരു ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള സ്ഥലമായി മാറി. അതിൻ്റെ ഒരു അടയാളമാണ്, ഉത്തമമായ തെളിവാണ് ഇങ്ങ് കേരളത്തിൽ നടന്ന ഒരു രജത ജൂബിലി ആഘോഷത്തിൽ മേഘാലയ മുഖ്യമന്ത്രി ഒരു വിശിഷ്ട അതിഥിയായി ക്ഷണിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ 4 വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആ വേദിയിൽ പറവാനൊക്കെ ഇടയായി തീർന്നത്. അപ്പോൾ എനിക്ക് ഉണ്ടായൊരു കൗതുകം, ആരാണിത്, എന്താണ് ഇദ്ദേഹത്തിന് കേരളത്തിൽ കാരണമെന്ന കൗതുകമാണ് ഈ മേഘാലയയുടെ കഥ ആസാദി ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ കാരണം. ദൈവം എല്ലാവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.